بسم الله الرحمن الرحيم. പൂർവപിതാക്കന്മാരിൽ നിന്നും നമുക്ക് പകർന്നു കിട്ടിയ അമൂല്യനിധികളാണ് പൈതൃകങ്ങൾ. പൂർവിക സംസ്കാര ചരിത്ര സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ദർപ്പണങ്ങളാണവ. കാലത്തിൻ്റെ സഞ്ചാരപഥങ്ങളിൽ നമുക്കായി ചിത്രീകരിച്ചു വെച്ച ഫോട്ടോഗ്രാഫുകൾ. ചരിത്രത്തിൻ്റെ മുഖക്കണ്ണാടികളായ ഈ ഫോട്ടോഗ്രാഫുകൾ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചു വെക്കപ്പെടേണ്ടവയാണ്. പക്ഷേ നമ്മുടെ വാണിജ്യ ലാഭേച്ഛകളും അവഗണനകളും മൂലം വിവർണമായ കാരിക്കേച്ചറുകളായി മാറുകയാണവ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ നൂറ്റാണ്ടുകളുടെ ചരിത്ര പൈതൃകവും സപ്തസംസ്കാരങ്ങളുടെ സംഗമസ്ഥാനവുമായ വടക്കൻ മലബാറിൻ്റെ സാംസ്കാരിക സൂചക ഫലകങ്ങൾ തേടിയുള്ള യാത്രാവിഷ്കാരമാണിത്. ചരിത്ര പൈതൃകങ്ങൾ വികസനത്തിൻ്റെ ബുദ്ധിഹീനമായ ഇടപെടലുകൾ മൂലം സമീപഭാവിയിൽ ചരിത്രങ്ങൾ മാത്രമായി മാറിപ്പോകുമെന്ന ആശങ്കകളിലൂടെയാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. കാസർഗോഡ് അറേബ്യൻ മണലാരണ്യത്തിൽ നിന്നും പ്രസരിച്ച സത്യപ്രകാശം മുത്തുനബിയുടെ കാലത്ത് തന്നെ ഇവിടെയും എത്തിയിരുന്നു. സത്യപ്രചാരണ ദൗത്യവുമായി കേരളത്തിൽ കപ്പലിറങ്ങിയ മാലിക് ബിൻ ദീനാറും സംഘവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കത്തിച്ചുവെച്ച വിളക്കുകളിലൊന്ന് ഇങ്ങ് വടക്ക് കാസർഗോഡ് തളങ്കരയിലും പ്രകാശിച്ചു നിൽക്കുന്നു. വൈജ്ഞാനിക വിനിമയത്തിലൂടെ രാജ്യാന്തര അതിർവരമ്പുകൾ ഭേദിച്ച് ജ്ഞാനഗോപുരങ്ങളായി വളർന്ന ചരിത്ര പുരുഷന്മാർക്ക് ജന്മം നൽകിയ കാസർഗോഡ് മതസംസ്കാര വൈവിധ്യങ്ങളുടെ നാടെന്ന ഭാരതത്തിൻ്റെ പൊതുവിശേഷണത്തിനുമേൽ അധികാലങ്കാരമായി എഴുന്നു നിൽക്കുകയാണ് ഈ നാടിൻ്റെ ഭാഷാവൈവിധ്യം. മതരാഷ്ട്രീയ വൈജാത്യങ്ങൾ മറന്നുള്ള ജനസൗഹാർദ്ദം കാസർഗോഡിൻ്റെ സൗന്ദര്യമാണ്. ചിന്തക്കും കണ്ണിനും കൗതുകമായി തല ഉയർത്തി നിൽക്കുന്ന നിർമ്മിതികൾ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പഴമ വിളിച്ചോതുന്നു. അന്യമായി കൊണ്ടിരിക്കുന്ന കാസർഗോഡിൻ്റെ സാംസ്കാരിക സമ്പത്തിൻ്റെ ചില ഏടുകൾ പരിശോധിക്കുകയാണ് ഞങ്ങൾ. കാസർഗോഡിൻ്റെ സംസ്കാര ഗോപുരങ്ങൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ആദ്യമെത്തുന്നത് പരിഷ്കൃത നിർമ്മിതികളാൽ പ്രൗഢിമങ്ങി തുടങ്ങിയ തളങ്കര മാലിക് ദീനാർ പള്ളിയിലേക്കായിരുന്നു. ഇരുഭാഗത്തും കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് സൗധങ്ങൾ പഴയ തച്ചുശാസ്ത്രത്തിൻ്റെ ചാരുതക്ക് കളങ്കമേൽപ്പിച്ചോ എന്ന് ഞങ്ങൾക്ക് തോന്നി. തച്ചുശാസ്ത്രത്തിൻ്റെയും കൊത്തുപണികളുടെയും കലാവിരുതുകളുടെയും അത്ഭുതാവഹമായ ആവിഷ്കാരങ്ങൾ പള്ളിയുടെ നിർമ്മിതിയിൽ കാണാൻ സാധിക്കും. മാലിക് ബിൻ ദീനാറും കൂട്ടരും കാഞ്ഞർകോത്ത് എന്ന സ്ഥലത്ത് വന്നു ചേരുകയും ഹിജറ 22 റജബ് മാസം 13 തിങ്കളാഴ്ച ഇവിടെ ജുമാഅത്ത് പള്ളി നിർമ്മിക്കുകയും ചെയ്തതായും മാലിക് ബിനു അഹ്മദ് ബിൻ മാലിക് എന്നവർ
ഇവിടെ ഖാദിയായി നിയമിക്കപ്പെടുകയും ചെയ്തതായും പള്ളിയുടെ വാതിൽപ്പടിയിൽ കൊത്തിവെക്കപ്പെട്ട അറബി രേഖ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. You were so caring and kind. You saw us full of light. You are the best of mankind. പള്ളിയുടെ ഓരം ചേർന്നൊഴുകുന്ന ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് നിർമ്മിക്കപ്പെട്ട പഴയ കുളവും ശൗചാലയവും ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആധുനിക നിർമ്മാണ രീതികളുടെ പ്രയോഗത്താൽ അതിൻ്റെ സൗന്ദര്യത്തിന് മങ്ങലേറ്റിട്ടുണ്ട്. Habibil Mustafa, peace be upon the messenger, the chosen one. From luxury turned away, and all night you would pray, truthful in every word you say. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ മാലിക് ബിൻ ദീനാറിന്റെ ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്ന ഈ പള്ളി നൂതന നിർമ്മാണ രീതികളുടെ അതീശത്വത്തിനിരയായി ചുമരുകളിൽ തൂങ്ങി നിൽക്കുന്ന ചിത്രങ്ങളിൽ ഒതുങ്ങിപ്പോകുമോ എന്ന ആശങ്കയുമായാണ് ഞങ്ങൾ മടങ്ങിയത്. Your face was brighter than the sun, your beauty equal by none. അധിനിവേശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ പ്രതീകങ്ങളായ കോട്ടകൾ തേടിയായിരുന്നു ഞങ്ങളുടെ പിന്നീടുള്ള യാത്ര. ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന് ശ്രദ്ധേയമായ സ്ഥാനം നിർണയിച്ച ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. കടൽ തീരത്ത് പ്രത്യേക രീതിയിൽ പരന്നുകിടക്കുന്ന ഈ നിർമ്മിതി സഞ്ചാരികളുടെ അത്യാകർഷണ കേന്ദ്രമാണ്. ബേക്കൽ കോട്ടയുടെ ചരിത്രപരമായ അന്വേഷണങ്ങൾ ചെന്നെത്തുന്നത് അത്യധികം സങ്കീർണമായ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും തർക്കങ്ങളിലേക്കുമാണ്. AD 1650 ബദിനൂരിലെ ശിവപ്പ നായക് നിർമ്മിച്ചുവെന്നതാണ് പ്രബലാഭിപ്രായം. വാണിജ്യവൽക്കരണത്തിൻ്റെ അതിപ്രസരണത്താൽ ഇതിൻ്റെ നിർമ്മിതിയുടെ തനിമയിൽ ആധുനിക എഞ്ചിനീയറിംഗിൻ്റെ മെഷീൻ കല്ലുകൾ പാകിയപ്പോൾ പഴയ ബേക്കൽ കോട്ട പുതിയ ബേക്കൽ കോട്ടയായി മാറി. യുദ്ധങ്ങളുടെ ഭീകരതയും ചെറുത്തുനിൽപ്പിൻ്റെ ചടുലതയും തങ്ങി നിൽക്കേണ്ടുന്ന ചരിത്ര സ്മാരകത്തിനകത്ത് ഉല്ലാസത്തിൻ്റെ പൂന്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ച് വക്രമായ സൗന്ദര്യം കൃത്രിമപ്പെടുത്തിയിരിക്കുന്നു. ഇന്നലകളിലെ വെടിയുണ്ടകളുടെയും പീരങ്കികളുടെയും പൊലിഞ്ഞുപോയ ജീവനുകളുടെയും നിണമണിഞ്ഞ ഓർമ്മകൾ പുതുതലമുറക്കുണർത്താൻ പുതിയ ബേക്കൽ കോട്ടയ്ക്കാവില്ല. സൗന്ദര്യവൽക്കരണത്തിലൂടെയാണ് ബേക്കൽ കോട്ടയുടെ തനിമ നഷ്ടപ്പെടുന്നതെങ്കിൽ അവഗണനയുടെ കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങിപ്പുറത്ത് ചന്ദ്രഗിരിക്കോട്ടയും കുമ്പളക്കോട്ടയും. വാണിജ്യ സാധ്യതകൾ പൈതൃക സംരക്ഷണത്തിൻ്റെ വിവേചനത്തിന് ഉപാധിയായി മാറുകയാണിവിടെ. ബേക്കൽ കോട്ടയിൽ നിന്ന് ലഭിക്കുന്ന വാണിജ്യ ലാഭം ഈ കോട്ടകളിൽ ലഭിക്കാത്തതുകൊണ്ടാകാം നിരന്തര സംരക്ഷണ പ്രവർത്തനങ്ങൾ ഈ കോട്ടകളിൽ നടത്താത്തത്. കുമ്പള കോട്ടയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബോർഡ് സ്ഥാപിക്കുന്നതിൽ ഒതുങ്ങിപ്പോയി ഈ കോട്ടയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ. കോട്ടയിലേക്ക് സ്വാഗതം എന്ന് ബോർഡ് കണ്ട് അകത്ത് കയറിയ ഞങ്ങളെ സ്വീകരിച്ചത് ചരിത്ര സംസ്കൃതിയെ മറച്ച് തഴച്ചു വളർന്നിരിക്കുന്ന കാടുകളാണ്. കോട്ടയുടെ ചുറ്റുമതിൽ കാണാനാവാത്ത വിധം കാടുമൂടിയിട്ടുമുണ്ട്. പുതിയ സാമ്രാജ്യം, പുതിയ സൗധങ്ങൾ, പുതിയ മണ്ണിൽ തീർത്ത പുതിയ കൊട്ടാരം, പുതിയ നിയമങ്ങൾ, പുതിയ സുരതങ്ങൾ. പുരാതന തമ്പുരാക്കന്മാരുടെ പ്രൗഢജീവിതം വിളിച്ചോതുന്ന മായിപ്പാടി അനന്തപുരം കൊട്ടാരം സന്ദർശിക്കാനുള്ള ഞങ്ങളുടെ ഉദ്യമം ചെന്നെത്തിയത് നിരാശാജനകമായ കാഴ്ചകളിലേക്കാണ്. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഈ കൊട്ടാരം സാമൂഹ്യവിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണെന്നതിലുപരിയായുള്ള അറിവ് സമീപവാസികൾക്ക് പോലുമില്ല.
ചരിത്രാന്വേഷകരായി കയറിച്ചെന്ന ഞങ്ങളെ കാലിയായ മദ്യക്കുപ്പികളും നാൽക്കാലി വിസർജ്യങ്ങളും തിരിച്ചയക്കുകയായിരുന്നു. പൈതൃകാന്വേഷകരെ അകറ്റി നിർത്തിക്കൊണ്ട് സമീപഭാവിയിൽ ഇവിടെ കോൺക്രീറ്റ് കാർഡുകൾ തല ഉയർത്തി നിൽക്കുമെന്ന സൂചനയുമായി വ്യവസായ വാണിജ്യ വകുപ്പിന്റെ മഞ്ഞപ്പലകയുമുണ്ടായിരുന്നു. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. മനുഷ്യന്റെ അത്യാർത്തി അവനു തന്നെ നരകം പണിയുന്നു എന്നതാണ് നികത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന നെൽപ്പാടങ്ങൾ നൽകുന്ന സൂചന. റിസോർട്ടുകൾ പണിയാനും വ്യാവസായിക വാണിജ്യ കേന്ദ്രങ്ങൾ ഉയർത്താനും മണ്ണിട്ട് മൂടപ്പെടുന്നത് നെൽപ്പാടങ്ങൾ മാത്രമല്ല, പോയ കാലത്തെ മലയാളിയുടെ മുഖമുദ്രയായിരുന്ന കാർഷിക സംസ്കൃതി കൂടിയാണ്. ഇനി എന്റെ ശാന്തിയുമെടുത്തു കൊള്ളുക, ഇനി എന്റെ ശാന്തിയുമെടുത്തു കൊള്ളുക. ജയിച്ചിടുന്നിതു മാമക ജനനി, ജയിച്ചിടുന്നിതു കേരളധരണി. ജഗത്തിലൊക്കവെ പെരുത്ത തൂവൊളി പരത്തിടും സുമണി. ഉലകിലെ ജനതതിയനുദിന മനവധി വിനുതികൾ പൊഴിച്ചിടും രമണി. ജയിച്ചിടുന്നി മാപ്പിള കലാ സാഹിത്യ രംഗത്ത് വടക്കിന്റെ പ്രതിഭകൾ നൽകിയ സംഭാവനകൾ നിസ്സീമമാണ്. 1850 മുതൽ ജീവിച്ച സാവുക്കാർ കുഞ്ഞി ഫക്കീഹ് മുതൽ അഹദാമരത്തിൽ മറൈന്തോരെ ഹക്കാൽ, കുഞ്ഞിനെ കാപ്പ് നീ മന്നാനെ എന്ന പ്രശസ്തമായ താരാട്ടിൻ്റെ ശില്പിയായ നടുത്തോപ്പിൽ മമ്മുഞ്ഞി മൗലവിയും 1908 മുതൽ ജീവിച്ച ടി ഉബൈദ് സാഹിബും ആദ്യമേത്തെ ആണും പെണ്ണും എന്ന് തുടങ്ങുന്ന പ്രശസ്ത ഇശലിൻ്റെ ശില്പിയായ തലപ്പാടി ബാപ്പൻ കുഞ്ഞി മുസ്ലിയാരും വടക്കൻ മലബാറിന്റെ ഇശൽ രാജാക്കന്മാരായിരുന്നു. രാജ്യസ്നേഹം, വ്യക്തിവർണ്ണന, താരാട്ടുകൾ മുതൽ ക്ഷേത്രങ്ങൾ വരേക്കും ഇവരുടെ പാട്ടുകളിൽ വിഷയീഭവിച്ചിട്ടുണ്ട്. പുത്തൻ തലമുറ മറന്നുകഴിഞ്ഞ ഈ ഇശലുകൾ ഇക്കിളിപ്പെടുത്തുന്ന സ്ത്രീവർണ്ണനകളുടെയും പ്രേമകാവ്യങ്ങളുടെയും കുത്തൊഴുക്കിന് വഴിമാറുകയാണിന്ന്. പൂർവികരിൽ നിന്ന് പകർന്നു കിട്ടിയ ഈ മാപ്പിള കലാരൂപം സംരക്ഷിക്കപ്പെടുന്നതിന് പ്രാദേശികമായി സംഘടനകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അധികാരികളിൽ നിന്ന് പിന്തുണയൊന്നും ലഭിക്കുന്നില്ലെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സാക്ഷ്യപ്പെടുത്തൽ. വടക്കിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന് കളങ്കം ചാർത്തുകയാണ് മാറിവരുന്ന വസ്ത്രധാരണ രീതി. ഒരു കാലത്ത് സ്ത്രീ സംരക്ഷണത്തിൻ്റെ പടച്ചട്ടയായിരുന്ന പർദ്ദകൾ ഇന്ന് വെറും ഫാഷൻ ഐക്കണുകൾ മാത്രമായിരിക്കുകയാണ്. വടക്കിൻ്റെ സാംസ്കാരിക പൈതൃകാന്വേഷകർക്ക് അവഗണിക്കാനാകാത്ത ഏടായി നിലകൊള്ളുകയാണ് 4.5 പതിറ്റാണ്ടിൻ്റെ ചരിത്ര പാരമ്പര്യം തുടികൊള്ളുന്ന ജാമിഅ സഅദിയ. മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് സഅദിയ. ഒരു സ്ഥാപനമെന്നതിലപ്പുറം നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാവുകയാണ് സ്ഥാപകൻ ഉസ്താദ് എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പ്രയത്നങ്ങൾ. സഅദിയ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കേരള മുസ്ലിം നവോത്ഥാന നായകൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാനായതും ഞങ്ങൾക്കൊരു ആത്മീയാനുഭവമായി. ചുരുക്കത്തിൽ കേരള സാംസ്കാരിക പൈതൃകം മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂർവിക സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ദർപ്പണങ്ങളെ പൊട്ടിച്ച് കുപ്പിച്ചിലുകളാക്കി കളയുകയാണ് നാം. കണ്ണടച്ചിരുട്ടാക്കലിലൂടെയും നവയുവ തലമുറയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറിയതിനാലും നമ്മുടെ സമ്പന്ന സംസ്കാര പൈതൃകങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കുക എന്നത് പ്രവർത്തന മണ്ഡലമാക്കിയെന്ന കാരണത്താൽ യാഥാസ്ഥിതികരെന്ന മുദ്രകുത്തി അരികുവൽക്കരിക്കപ്പെടുകയാണ് സുന്നി സമൂഹം. ധർമാധിഷ്ഠിത സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് പൈതൃകങ്ങളെ നാം സംരക്ഷിക്കണം. അതിനുവേണ്ടിയാവട്ടെ ഇനിയുള്ള ചുവടുവെപ്പുകൾ. يا مقر اللين حامل الكونين هادي كل في سبيل الدين حاوي كل زين محي كل شيء كل معينا كل حين حسنه شاع
يا مقر اللين حامل الكونين هادي كل في سبيل الدين حاوي كل زين ماحي كل شيء كل معينا كل حين يا مقر اللين حامل الكونين هادي كل في سبيل الدين حاوي كل زين ماحي كل شيء كل معين